So welcome my dear students. So Wilson's theorem proof I will discuss here. So Wilson's theorem, we are formally proving this theorem. So Wilson's theorem states that if p is a prime, then p minus 1 factorial congruent to minus 1 mod p. Okay. So moving on to the proof. So consider first case p is equal to 2. ഏത് പ്രൈമിനും ട്രൂ ആണല്ലോ. ഫസ്റ്റ് പ്രൈം ഈസ് 2. സോ 2 minus 1 factorial which is actually 1 factorial which is 1 congruent to minus 1 mod 2 ആണ്. കാരണം ഈ മൈനസ് 1 ഇപ്പുറത്ത് പോകുമ്പോൾ 1 plus 1 which is 2, 2 divides 2. ഓക്കെ, അതുകൊണ്ട് തന്നെ 1 congruent to minus 1 mod 2 എന്ന് എഴുതാൻ പറ്റും. സോ ദ റിസൾട്ട് ഈസ് ട്രൂ. കൺസിഡർ വെൻ p is equal to 3. So 3 minus 1 factorial which is equal to 2 factorial which is 2. 2-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 is congruent to minus 1 mod 3. കാരണം മൈനസ് 1 ഇപ്പുറത്ത് പോയാൽ 2 plus 1 3 കിട്ടും. 3 divides 3. So remainder becomes 0. Okay. So 2 congruent to minus 1 mod 3 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Okay. So the result is true for result is true for p is equal to 2 and 3. അപ്പോൾ നമ്മൾ ജനറലി പ്രൈം നമ്പേഴ്സിന് റിസൾട്ട് പ്രൂവ് ചെയ്യണം. കൺസിഡർ എ പ്രൈം p which is greater than 3. 3യെക്കാട്ടിലും വലുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, ആൻഡ് ലെറ്റ് A be any one of the p minus 1 positive integers one, 2, 3, etc. p minus 1. Okay. p minus p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോൺ സീറോ റിമൈൻഡേഴ്സ് ആണ് 1, 2, 3, etc. p minus 1. a എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു നമ്പറാണ് a എന്നുള്ളത്. ദെൻ p പ്രൈം ആയതുകൊണ്ട് a എന്നുള്ളത് 1, 2, etc. p minus 1 വരെയുള്ള നമ്പേഴ്സാണ്. സോ അതിന് രണ്ടിനും ഈ നമ്പേഴ്സ് എല്ലാം p യെക്കാട്ടിലും ചെറുതാണ്. സോ ക്ലിയർലി GCD ഓഫ് a ആൻഡ് p is equal to 1. ഓക്കെ, കാരണം എന്താണ്, a എന്നുള്ളത് p യെക്കാട്ടിലും ചെറിയ നമ്പേഴ്സാണ്. സോ അതൊന്നും p യെ ഡിവൈഡ് ചെയ്യത്തില്ല, പി പ്രൈം ആയതുകൊണ്ട് തന്നെ. സോ കോമൺ ആയിട്ട് ഡിവൈസർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ GCD ഓഫ് എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 1. നൗ GCD നമ്മളിവിടെ ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. ദ ലീനിയർ കോൺക്ലുവൻസ് AX congruent to B mod n has a solution if and only if D divides B, where D is equal to GCD of A and n. ഇവിടെ നമ്മൾ D is equal to നമുക്ക് കിട്ടിയത് GCD of A and P is equal to 1. So D is equal to 1 ആണ്. Okay, so consider the congruence. അപ്പോൾ 1 ഡിവൈഡ് ചെയ്യുന്ന നമ്പർ congruence AX congruent to 1 mod P. എയുടെയും പിയുടെയും GCD 1 ആണ്. ദിസ് ഈസ് D. ഇവിടെ B എന്നുള്ളത് 1 ആണ്. സോ 1 ഡിവൈഡ്സ് 1. സോ ദിസ് ഹാസ് എ സൊല്യൂഷൻ. As a solution due to the result so the result, the linear congruence AX congruent to B mod n has a solution if and only if D divides n, where D is equal to GCD of A and n. ഇവിടെ എക്ക് പകരം A തന്നെ, എന്നിന് പകരം P, GCD of A and P is equal to 1 which is D, B is equal to 1. So 1 divides 1 ആയതുകൊണ്ട് this system has a solution. Okay, so ഈ റിസൾട്ട് വെച്ചിട്ട് this system has a solution for each A. For each A. A എന്നുള്ളത് belongs to 1, 2, 3, etc. P minus 1. എക്ക് ഏത് വാല്യൂ കൊടുത്താലും
1 2 എക്സെട്ര p മൈനസ് വണ്ണിലുള്ള ഏത് വാല്യൂ കൊടുത്താലും ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഈ സൊല്യൂഷൻ ഷുഡ് ബി യുണീക്ക്. ദ സൊല്യൂഷൻ ഈസ് യുണീക്ക്. കാരണം ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ ഡി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ബി ആണ്. ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ ഡി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഡി ഈസ് ഈക്വൽ ടു 1 ആണ്. സോ വിച്ച് മീൻസ് എക്സാക്ട്ലി ഒരു സൊല്യൂഷനെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ഈച്ച് എ belongs to 1 2 3 etc. p minus 1, there exists a unique a dash where a dash is in between 1 and p minus 1 such that a dash is a solution. So which means a dash congruent to 1 mod p. a dash 1 mod p. ഇനി നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പ്രൂഫിന് ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, സോ ഇതിൻ്റെ അകത്തെ ചില നമ്പേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 1. ഓക്കെ, സോ 1ഉം p മൈനസ് 1ഉം ഒഴിവാക്കിയിട്ടുള്ള ഏത് രണ്ട് നമ്പേഴ്സ് എടുത്തെന്ന് പറഞ്ഞാലും, ഏത് 2 തൊട്ട് p മൈനസ് 2 വരെയുള്ള നമ്പേഴ്സ് എടുത്തെന്ന് പറഞ്ഞാലും, വി ക്യാൻ പെയർ ദം. p മൈനസ് 3/2 പെയർസ് ഉണ്ട് സച്ച് ദാറ്റ് അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ always gives a remainder 1 whenever it is divided by p. അത് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ഹിയർ സോ നമ്മളിവിടെ ഒരു ക്ലെയിം ചെയ്യുന്നു. ക്ലെയിം, our claim is a is equal to a dash, a is equal to a dash if and only if a is equal to 1 or a is equal to p minus 1. ഇതാണ് എൻ്റെ ക്ലെയിം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള ഏത് നമ്പേഴ്സ് എടുത്തെന്ന് പറഞ്ഞാലും അവയെ 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള നമ്പേഴ്സ് കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മോഡ് p എന്ന് തന്നെ കിട്ടും, റിമൈൻഡർ 1 കിട്ടും. ഓക്കെ, ഇനി ചില കേസിൽ a is equal to a dash ആകാം. ഓക്കെ, അങ്ങനെ വരുന്ന ഒരേ ഒരു കേസ്, രണ്ട് കേസേ ഉള്ളൂ. അത് ഒന്നുകിൽ a is equal to 1 ആകുമ്പോൾ അല്ലെങ്കിൽ a is equal to എന്ത് p മൈനസ് 1 ആകും. ആ കേസിൽ മാത്രമാണ് എന്താണ് a is equal to a dash ആകുന്നത്. അല്ലാത്ത എല്ലാ കേസിലും എന്താണ് എയുടെയും എ ഡാഷിന്റെയും വാല്യൂ ഒരിക്കലും സെയിം ആകില്ല. അപ്പൊ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വേറെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കണം, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വേറെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കണം. ദാറ്റ്സ് ദ ഐഡിയ. അപ്പൊ ഇത് സെയിം ആയിട്ട് വരുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ, a is equal to 1 or a is equal to p minus 1. This is what we are going to prove. Okay, so consider a is equal to, അപ്പൊ ഇതെല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണ്. a dash congruent to 1 mod p. So since a is equal to a dash congruent to 1 mod p becomes a is equal to a dash ആയതുകൊണ്ട് a square congruent to 1 mod p എന്നാവും. ഓക്കെ, അപ്പൊ a square congruent to 1 mod p എന്ന് കിട്ടുന്ന നമ്പേഴ്സ് ഒന്നുകിൽ a is equal to 1 അല്ലെങ്കിൽ a is equal to p minus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. നമ്മുടെ ക്ലെയിം അതാണ്. സോ a square congruent to 1 mod p implies a square minus 1 congruent to 0 mod p. ഇതിനെ a square minus 1 square എന്ന് എഴുതാം. So this is a plus 1 into a minus 1. That is a plus 1 into a minus 1 congruent to 0 mod p. So which means that p ഒന്നുകിൽ a plus 1നെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ a minus 1. That is p divides a plus 1 into a minus 1. So which implies p either divides a plus 1, p prime ആയതുകൊണ്ട്, or p divides a minus 1. That is either a plus 1 congruent to 0 mod p. Okay, or a minus 1 congruent to 0 mod p. So this case implies a is congruent to minus 1 mod p, or this implies a is congruent to 1 mod p. ഇനി എയുടെ വാല്യൂ എപ്പോഴും p യെക്കാട്ടിലും ചെറുതാണ്. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് എയെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു. എയുടെ വാല്യൂ p യെക്കാട്ടിലും ചെറുതുമാണ്. p യെക്കാട്ടിലും ചെറുതായിട്ടുള്ള p
പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, വിച്ച് ഈസ് 1. സോ ദിസ് കേസ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു 1. സോ ദിസ് ഈസ് എ കോൺക്ലുവൻറ്റ് ടു, ഞാൻ പി മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ എയുടെ വാല്യൂ പി യെക്കാട്ടിലും ചെറുതാണ്. എയെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ പി മൈനസ് 1 കിട്ടുന്നു. സോ എയുടെ വാല്യൂ പി യെക്കാട്ടിലും ചെറുതാകുന്ന പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ പി മൈനസ് 1 കിട്ടുന്ന ഒരേ ഒരു നമ്പേഴ്സേ ഉള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി പി മൈനസ് 1. സോ ദേ ഈസ് ആക്ച്വലി പി മൈനസ് 1. സോ ഒന്നുകിൽ എ പി മൈനസ് 1 ആണ്, അല്ലെങ്കിൽ either a is equal to p minus 1 or a is equal to 1. സോ എന്ത് കിട്ടി? a is equal to a dash ആകുന്ന ഈ കോൺക്ലുവൻസ്, അതായത് സെയിം എ സ്ക്വയർ കോൺക്ലുവൻറ്റ് 1 മോഡ് പി എന്ന് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഇവിടെ ഉള്ളൂ, വിച്ച് ഈസ് either 1 or p minus 1. ഓക്കെ, സോ ബാക്കി ഏത് നമ്പർ എടുത്താലും 2 തൊട്ട് p minus 2 വരെയുള്ള ഏത് നമ്പർ എടുത്താലും അവയെല്ലാം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അവയുടെ എല്ലാം എയും എ ഡാഷും സെയിം അല്ല. സോ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ഡാഷ് 2 അല്ല, വേറെ ഏതോ നമ്പറാണ്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ഡാഷ് വേറെ ഏതോ നമ്പറാണ്. സോ അവയെല്ലാം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് അവയുടെ പ്രോഡക്റ്റ് എന്ത് കിട്ടുന്ന രീതിയിൽ, 1 കിട്ടുന്ന രീതിയിൽ വി ക്യാൻ പെയർ ദം. ഓക്കെ, അങ്ങനെ p minus 3/2 പെയർസ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി ഹാവ് ഡൺ ഇൻ ദ എക്സാമ്പിൾ. സോ ദസ് വി omit the numbers 1 and p minus 1ഉം p minus 1 വരെ, കാരണം അവ രണ്ടും അവയുടെ കേസിൽ എയും എ ഡാഷും സെയിം ആണ്. ഓക്കെ, and for the integers 2, 3 etc. p minus 2, 2 മുതൽ p minus 2 വരെയുള്ള നമ്പേഴ്സ്, we can pair them, pair a comma a dash such that a dash congruent to 1 mod p and a not equal to a dash. ഓൾറെഡി പറഞ്ഞാണ് a is equal to a dash കിട്ടുന്ന ഇവിടെ 1ഉം p minus 1 മാത്രമേ ഉള്ളൂ, 1ഉം p minus 1 ഒഴിവാക്കി. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് എന്താണ് അവയുടെ പ്രോഡക്റ്റ് എന്താണ്, 1 mod p ആണ്. അങ്ങനെ എത്ര നമ്പേഴ്സ് കാണും? സോ there are എത്ര ടോട്ടൽ p minus 1 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 2 നമ്പേഴ്സ് ഒഴിവാക്കി. സോ there are p minus 3/2 such pairs, which give what? a dash congruent to എന്ത് കിട്ടും? 1 mod p. Okay, now we take the product. ഇവയെല്ലാം കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പം 2 തൊട്ട് p minus 2 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പെയർ വൈസ് അഡ്ജസ്റ്റ് ചെയ്ത് റിമൈൻഡർ 1 കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടേക്ക് ദ പ്രോഡക്റ്റ്. സോ 2 into 3 into 4 into etc. into p minus 2 congruent to 1 mod p. ഇങ്ങനെ 1 mod p കിട്ടുന്നു. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു നമ്പർ ഉണ്ട്, സച്ച് ദാറ്റ് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഗിവ്സ് എ റിമൈൻഡർ 1. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു നമ്പർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വേറെ നമ്പേഴ്സ് ഉണ്ട്, സച്ച് ദാറ്റ് വിച്ച് ഗിവ്സ് എ പ്രോഡക്റ്റ് 1. ഓക്കെ, അതിനെല്ലാം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് 1 into 2 into etc. p minus 2. ദാറ്റ് ഈസ് p minus 2 factorial congruent to 1 mod p. ഓക്കെ, നമ്മൾ ഇനി p minus 1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ p minus 1 into p minus 2 factorial congruent to p minus 1 mod p. So this is p minus 1 factorial congruent to p minus 1 is actually minus 1. So minus 1 mod p. So this completes the proof. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഭാഗമാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. 2 തൊട്ട് p minus 2 വരെയുള്ള ഇൻറ്റീജേഴ്സിനെ വി ക്യാൻ പെയർ ദം സച്ച് ദാറ്റ് അവയുടെ പ്രോഡക്റ്റ് gives a remainder 1 whenever divided by p. അങ്ങനെ p minus 3/2 pairs ഉണ്ട്. അപ്പോൾ 2 തൊട്ട് p minus 2 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഗീവ്സ് എ റിമൈൻഡർ 1. കാരണം അവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? there are actually which gives a remainder 1. എന്നിട്ട് നമ്മൾ p minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. This is what we have done. Okay, so this result is important
So this is what Wilson's theorem gives. So this is what Wilson's theorem. So Wilson's theorem states that P prime ആണെങ്കിൽ P minus 1 factorial congruent to minus 1 mod P. So what about its converse? അതായത് എനിക്കൊരു നമ്പർ ഉണ്ട് n such that n minus 1 factorial congruent to minus 1 mod n ആണെങ്കിൽ ആ നമ്പർ പ്രൈം ആണെന്ന് പറയാൻ പറ്റും. പ്രൈം നമ്പേഴ്സിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ഇപ്പോൾ പറഞ്ഞു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും പ്രൈം ആണോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. P പ്രൈം ആണെങ്കിൽ ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അതിന്റെ റിവേഴ്സ് പാർട്ടാണ്, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം എന്താണോ പ്രൈം ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ദാറ്റ്സ് ദ കോൺവേഴ്സ് പാർട്ട് ഓഫ് വിൽസൺസ് തിയറം, which is actually true, which is what we are going to prove. So converse of Wilson's theorem. Okay, which states that if n minus 1 factorial congruent to minus 1 mod n, then n is prime. അതായത് n പ്രൈം നമ്പർ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്? പ്രൈം ആണ്. ദിസ് ഈസ് ദ കോൺവേഴ്സ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, which means that n is a prime number എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. ഇത് പ്രൈം അല്ല എന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷനിൽ എത്തുക. ദാറ്റ്സ് ദ ഐഡിയ. എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷനിൽ എത്താൻ ശ്രമിക്കുക. സോ അസ്യൂം ദാറ്റ് n minus 1 factorial congruent to minus 1 mod n. നമുക്ക് n പ്രൈം ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് n is prime. If possible, അങ്ങനെയല്ല, let n be composite. എന്നൊരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ വിച്ച് മീൻസ് എന്നൊരു കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ എന്നൊരു ഡിവൈസർ കാണും. Since n is composite, there exists a divisor d of n such that 1 less than d less than n. 1നും n-നും ഇടയ്ക്ക് d-യെ n-നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസർ, ദാറ്റ് ഈസ് d divides n. കാരണം n ഒരു കോമ്പോസിറ്റ് നമ്പർ ആണല്ലോ. കോമ്പോസിറ്റ് നമ്പറിനെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 അല്ലാതെ n-നേക്കാട്ടും ചെറുതായിട്ടുള്ള ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ d എന്ന് പറയുന്നത് 1നും n-നും ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറാണ്. Now d divides n minus 1 factorial. കാരണം n minus 1 factorial എന്ന് വെച്ചാൽ ആക്ച്വലി 1 into 2 into etc n minus 1. 1നും n minus 1നും ഇടയ്ക്കുള്ള ഇൻക്ലൂഡിങ് 1 and n minus 1 എല്ലാ ഇൻറ്റീജേഴ്സും പ്രോഡക്റ്റ് ആണ് n minus 1 factorial. 1ന്റെ n-ന്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു ഇൻറ്റീജറാണ് d എന്ന് പറയുന്നത്. സോ d എന്ന് പറയുന്നത് ഈ n minus 1 factorialന്റെ ഇടയ്ക്ക് വരുന്ന ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, സോ 1 into 2 into etc n minus 1ന്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പർ ആയിരിക്കും എന്ത്? d. സോ d ഇതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് d divides n minus 1 factorial. Since d is one of the factors in n minus 1 factorial. n minus 1 factorial ഏതൊരു ഫാക്ടറാണ്. Now n minus 1 factorial congruent to minus 1 mod n, that is n divides n minus 1 factorial plus 1. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ n minus 1 factorial plus 1 congruent to 0 mod n, that is n divides n minus 1 factorial plus 1. Now d divides n ആണ്. So d divides n and n divides n minus 1 factorial plus 1. So d n-നെ ഡിവൈഡ് ചെയ്യുന്നു, n ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. So which means that d divides n minus 1 factorial plus 1. Okay, so d ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ n minus 1 factorial plus 1 എന്നുള്ളത് n-ന്റെ മൾട്ടിപ്പിൾ ആണ്, n എന്നുള്ളത് d-യുടെ മൾട്ടിപ്പിൾ ആണ്. So which clearly indicates that n minus 1 factorial plus 1 is a multiple of d, which means that d divides that number.
സോ ഡി ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നു, ഡി ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നു. സോ വാട്ട് വി ഒബ്റ്റെയിൻ ഈസ് d divides n minus 1 factorial. This is equation number 1. And d divides n minus 1 factorial plus 1. This is equation number 2. സോ ഇതിനെ രണ്ടിനെയും ഡി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിനെയും ഡി ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, കാരണം ഇതിൻ്റെ രണ്ട് നമ്പേഴ്സും ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ്, ഡിയുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ ഇതിൻ്റെ ഡിഫറൻസും ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ വിച്ച് ഇംപ്ലൈസ് ഡി ഡിവൈഡ്സ് n minus 1 factorial plus 1 minus n minus 1 factorial. Okay. n minus 1 factorial, n minus 1 factorial cancel ചെയ്ത് കളഞ്ഞാൽ which implies d divides 1 എന്ന് കിട്ടും. ഓൾറെഡി നമ്മൾ പറഞ്ഞു d is greater than 1 എന്ന് പറഞ്ഞു. 1-നെക്കാട്ടിലും വലിയൊരു നമ്പറും 1-നെ ഡിവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ കിട്ടിയത് d greater than 1 ആണ്, പക്ഷേ d divides 1, which is not possible. Okay, so which is impossible. So which is a contradiction. So in the assumption തെറ്റിപ്പോയി. In the assumption എന്താണ്? n is a composite number എന്നുള്ള in the assumption തെറ്റിപ്പോയി. That is n is prime. Okay. So n prime number ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും prime നമ്പറുമാണ്. So we can combine these two results, Wilson's theorem and converse part of Wilson's theorem, and state as a theorem as an integer n greater than 1 is prime if and only if n minus 1 factorial congruent to minus 1 mod n. ഓക്കെ, അതായത് n എന്നുള്ളത് ഒരു നമ്പർ പ്രൈം ആകണമെങ്കിൽ n മൈനസ് 1 ഫാക്ടോറിയൽ കോൺക്രൂവൻറ്റ് ടു മൈനസ് 1 മോഡ് n ആയിരിക്കും. ഇനി n മൈനസ് 1 ഫാക്ടോറിയൽ കോൺക്രൂവൻറ്റ് ടു മൈനസ് 1 മോഡ് n ആണെങ്കിൽ n പ്രൈമും ആയിരിക്കും. അതായത് എല്ലാ പ്രൈം നമ്പർ n പ്രൈം നമ്പർ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പറുമാണ്. സോ ഇതിൻ്റെ പ്രൂഫ് ചോദിച്ചാൽ we have to write the proof of Wilson's theorem and the converse part of Wilson's theorem. ഇത് രണ്ടുകൂടെ ചേർത്ത് എഴുതുന്നതാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ്. So this is what we have established.